ഇനി ആ, ആണ്, ആകുന്നു എന്നീ അർത്ഥങ്ങളിൽ ഇസ്, ഐ, എസ്, ഇസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഐയോടൊപ്പം ആം എന്നതുപോലെ ഹി, ഷീ, ഇറ്റ് എന്നിവയോടൊപ്പം ഇസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് വാക്യത്തിൽ കർത്താവിൻ്റെ അഥവാ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹി, ഷീ, ഇറ്റ് ഇവയിലേതെങ്കിലും ഒന്ന് നിൽക്കുമ്പോഴാണ് ആ, ആണ്, ആകുന്നു എന്നീ അർത്ഥങ്ങൾ കിട്ടുവാനായി ഇസ് ഉപയോഗിക്കേണ്ടത്. ഐയോടൊപ്പം ആം ചേർത്ത് ഐ ആം, ഐ ആം നോട്ട്, ആം ഐ നോട്ട് എന്ന് പറഞ്ഞ് പഠിച്ചതുപോലെ ഹിയോടൊപ്പം ഇസ് ചേർത്ത് ഹി ഈസ്, ഹി ഈസ് നോട്ട്, ഈസ് ഹി, ഈസ് ഹി നോട്ട് എന്ന് പഠിക്കണം. ഹി എന്ന പദത്തിൻ്റെ അർത്ഥം അവൻ, അയാൾ, അദ്ദേഹം എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഹിയോടൊപ്പം ഈസ് ചേർത്ത് ഹി ഈസ് എന്ന് പറയുമ്പോൾ അവനാണ്, അയാളാണ്, അദ്ദേഹമാണ് ഈ അർത്ഥമാണ് കിട്ടുക. എങ്കിൽ ഹി ഈസ് നോട്ട്, അവനല്ല, അയാളല്ല, അദ്ദേഹമല്ല. ഈസ് ഹി ആണെങ്കിലോ അത് ചോദ്യരൂപമല്ലേ. സഹായകക്രിയ ആദ്യം നിൽക്കുമ്പോൾ ചോദ്യരൂപമാകും. ഹി ഈസ് എന്നത് ഈസ് ഹി എന്ന് തിരിച്ചിടുക. അപ്പോൾ അവനാണോ, അയാളാണോ, അദ്ദേഹമാണോ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ കിട്ടും. ഇനി അദ്ദേഹമല്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഹിയെ തുടർന്ന് നോട്ട് ചേർക്കാം. ഈസ് ഹി നോട്ട്, ഈസ് ഹി നോട്ട് എന്നോ ഈസിനോട് നേരിട്ട് നോട്ട് ചേർത്ത്, അതായത് NOT എന്നതിൻ്റെ ചുരുക്കരൂപം ഇൻറ്റ്, ഈസിൻറ്റ്, ഈസിൻറ്റ് ഹി എന്ന് പറഞ്ഞാലും മതി. അവനല്ലേ, അയാളല്ലേ, അദ്ദേഹമല്ലേ എന്നീ അർത്ഥങ്ങൾ കിട്ടും. ചുരുക്കത്തിൽ ഹി ഈസ്, ഹി ഈസ് നോട്ട്, ഈസ് ഹി നോട്ട് അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി. ഹി ഈസ് നോട്ട്, ഈസിൻറ്റ് ഹി അല്ലെങ്കിൽ ഈസ് ഹി നോട്ട്. എത്രമാത്രം വേഗത്തിൽ പറഞ്ഞുറപ്പിക്കാനാകുമോ അത്രയും വേഗത്തിൽ ഇത് പറഞ്ഞുറപ്പിക്കണം. എന്നിട്ട് പാഠം 1 പാഠം 2 പഠിച്ച പദങ്ങളുണ്ടല്ലോ, ബോയ്, ഗേൾ, ഫ്രണ്ട്, എനിമി ഇങ്ങനെയൊക്കെ. അവയിലൊക്കെ മൈ, എൻ്റെ, അവർ, ഞങ്ങളുടെ, യുവർ, നിൻ്റെ, നിങ്ങളുടെ എന്നൊക്കെ ചേർത്ത് പറഞ്ഞു നോക്കണം. ഹിയോടൊപ്പം ഇതിലൊരു പദം ചേർത്ത് പറയാം. അവൻ ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എന്ന അർത്ഥത്തിൽ ഐ ഉപയോഗിക്കാൻ പഠിച്ച അതേ നിയമങ്ങൾ തന്നെ പാലിച്ചാൽ മതി. വാക്യത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വാക്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അവൻ എന്നല്ലേ പറഞ്ഞത്. അവൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം ഹി. ഇനി ആൺകുട്ടിയാണ്, ആണ് എന്ന ഒരു വാക്കതിലുണ്ടല്ലോ. ഹി എന്നതിനോടൊപ്പം ഈസ്, അപ്പോൾ ഹി ഈസ്. ഇനി സബ്ജക്റ്റ് അഥവാ കർത്താവ്, അവൻ എന്ന പദം, അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു ആൺകുട്ടി എന്നല്ലേ. ഒരു എന്നതിന് എ, ആൺകുട്ടി ബോയ്. അങ്ങനെയെങ്കിൽ വാക്യം ഹി ഈസ്
എ ബോയ് എന്ന് വരുന്നത് കാണാം. അടുത്തതായി അവൻ ഒരു ആൺകുട്ടിയല്ല. അല്ല എന്നർത്ഥം കിട്ടാൻ ഈസിനോടൊപ്പം നോട്ട് ചേർക്കാം. ഹി ഈസ് നോട്ട് എ ബോയ്. ഇനി അവൻ ഒരു ആൺകുട്ടിയാണോ? ചോദ്യരൂപം ഉണ്ടാക്കണം. ഈസ് എന്നതാണ് സഹായക ക്രിയ. അത് ആദ്യം നിന്നാൽ മതി. ഈസ് ഹി എ ബോയ്. ഇനി അവൻ ഒരു ആൺകുട്ടിയല്ലേ? ഈസ് ഹി നോട്ട് എ ബോയ് അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി എ ബോയ്. ചുരുക്കത്തിൽ ഹീസ് നോട്ട്, ഈസ് ഹി നോട്ട്. ഹീസ് നോട്ട്, ഈസ് ഹി നോട്ട്. വേഗത്തിൽ പറഞ്ഞ് ശീലിക്കണം. അയാൾ ഒരു കർഷകനാണ് എന്ന് പറഞ്ഞു നോക്കൂ. അയാൾ, അവൻ, അയാൾ, അദ്ദേഹം. ഇതിന് മൂന്നിനും ഹി തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ആദ്യം. കർഷകനാണ് എന്ന അവസാനത്തെ വാക്ക് നോക്കൂ. അതിൽ കർഷകൻ ആണ്. ആണ് എന്നതില്ലേ ഹിയോടൊപ്പം നിൽക്കേണ്ടത് ഈസാണല്ലോ. ഹി ഈസ്. ഇനി അയാൾ കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു. അപ്പോൾ ഹി ഈസ് എ കർഷകൻ, ഫാമർ. വാക്യം ഹി ഈസ് എ ഫാമർ. അയാൾ ഒരു കർഷകനല്ല എന്ന് പറയുമ്പോഴോ ഹി ഈസ് നോട്ട് എ ഫാമർ. അയാൾ ഒരു കർഷകനാണോ? ചോദ്യരൂപം ഈസ് ആദ്യം നിന്നാൽ മതി. ഈസ് ഹി എ ഫാമർ. അയാൾ ഒരു കർഷകനല്ലേ? ഈസ് ഹി നോട്ട് എ ഫാമർ അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി എ ഫാമർ. ഹീസ് നോട്ട്, ഈസ് ഹി നോട്ട്. അടുത്തതായി അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്ന് പറയാം. അദ്ദേഹം എന്നതിന് ഹി, അധ്യാപകനാണ് എന്നതിലെ ആണ്. അപ്പോൾ ഈസ്, ഹി ഈസ് ഒരു എ ടീച്ചർ. ഹി ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു അധ്യാപകനല്ല. ഹി ഈസ് നോട്ട് എ ടീച്ചർ. അദ്ദേഹം ഒരു അധ്യാപകനാണോ? ഈസ് ഹി എ ടീച്ചർ. അദ്ദേഹം ഒരു അധ്യാപകനല്ലേ? ഈസ് ഹി നോട്ട് എ ടീച്ചർ അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി എ ടീച്ചർ. ഹീസ് നോട്ട്, ഈസ് ഹി നോട്ട് എന്ന് വേഗം പറഞ്ഞ് ശീലിക്കാം. അയാൾ ഒരു ഡ്രൈവറാണ്. അയാൾ, ഹി, ഡ്രൈവറാണ്. അതിലെ ആണ് ഈസ്, ഹി ഈസ് ഒരു എ ഡ്രൈവർ. ഹി ഈസ് എ ഡ്രൈവർ. അയാൾ ഒരു ഡ്രൈവർ അല്ല. ഹി ഈസ് നോ എ ഡ്രൈവർ. അയാൾ ഒരു ഡ്രൈവറാണോ? ഈസ് ഹി എ ഡ്രൈവർ. അയാൾ ഒരു ഡ്രൈവർ അല്ലേ? ഈസ് ഹി നോട്ട് എ ഡ്രൈവർ അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി എ ഡ്രൈവർ. അവൻ എൻ്റെ സഹോദരനാണ്. അവൻ, ഹി, സഹോദരനാണ് എന്നതിലെ ആണ് ഈസ്, ഹി ഈസ്. ഇനി അവൻ എന്നത് കഴിഞ്ഞ് വന്നിരിക്കുന്ന പദം എൻ്റെ എന്നല്ലേ. എൻ്റെ എന്നതിന് മൈ, സഹോദരൻ ബ്രദർ. അപ്പോൾ ഹി ഈസ് മൈ ബ്രദർ. ഇനി അവൻ എൻ്റെ സഹോദരനല്ല എന്നെങ്ങനെ പറയാം? ഹി ഈസ് നോ മൈ ബ്രദർ. അവൻ എൻ്റെ സഹോദരനാണോ? ഈസ് ഹി മൈ ബ്രദർ. അവൻ എൻ്റെ സഹോദരനല്ലേ? ഈസ് ഹി നോട്ട് മൈ ബ്രദർ അല്ലെങ്കിൽ ഇസിൻ ഹി മൈ ബ്രദർ. അദ്ദേഹം നിൻ്റെ അധ്യാപകനാണ് എന്ന് പറയാം. അദ്ദേഹം, ഹി, അധ്യാപകനാണ് എന്നതിലെ ആണ് ഹി ഈസ്. ഇനി അദ്ദേഹം എന്നത് കഴിഞ്ഞ് വന്നിരിക്കുന്ന പദം നിൻ്റെ എന്നല്ലേ. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് നന്നായി മനസ്സിലാക്കുമല്ലോ. ആദ്യ പദം കഴിഞ്ഞ്
അവസാന പദത്തിൽ ചേർന്ന് നിൽക്കുന്ന ആണ് എന്ന ശബ്ദം പറയണം. അത് കഴിഞ്ഞ് ആദ്യ പദത്തിനെ തുടർന്ന് നിൽക്കുന്ന വാക്ക് ചേർക്കുന്നു. അപ്പോൾ ഹി ഈസ് നിൻ്റെ, നിൻ്റെ എന്നതിന് യുവർ, അധ്യാപകൻ ടീച്ചർ. ഹി ഈസ് യുവർ ടീച്ചർ. അദ്ദേഹം നിൻ്റെ അധ്യാപകനല്ല. ഹി ഈസ് നോട്ട് യുവർ ടീച്ചർ. അദ്ദേഹം നിൻ്റെ അധ്യാപകനാണോ? ഈസ് ഹി യുവർ ടീച്ചർ. അദ്ദേഹം നിൻ്റെ അധ്യാപകനല്ലേ? ഈസ് ഹി നോട്ട് യുവർ ടീച്ചർ. അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി യുവർ ടീച്ചർ. നമ്മൾ നിഷേധവാക്യമുണ്ടാക്കുമ്പോൾ നോട്ട് എന്ന് ചേർക്കുന്നില്ലേ? വേഗത്തിൽ പറയുമ്പോൾ നോട്ട് എന്നതിലെ ട് എന്ന ശബ്ദം കുറേശ്ശെ ഒഴിവാക്കി വരണം. അഥവാ ആ വാക്കിന് അത്ര കനം കൊടുക്കേണ്ടതില്ല. ഠ് ഠ് എന്നൊക്കെ അത്രയധികമായി പറയേണ്ടതില്ല എന്ന് സാരം. കുറേ പറഞ്ഞ് ശീലിക്കുമ്പോൾ അത് ശരിയായി വരും. ബോധപൂർവം ശ്രമിക്കുക തുടക്കത്തിൽ. ഇനി അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ ഹി. കൂട്ടുകാരനാണ് എന്നതിലെ ആണ് യെസ്. ഇനി അവൻ കഴിഞ്ഞുള്ള പദം എൻ്റെ. ഹി ഈസ് മൈ. കൂട്ടുകാരൻ ഫ്രണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനല്ല എന്നാണെങ്കിലോ? ഹി ഈസ് നോട്ട് മൈ ഫ്രണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനാണോ? ഈസ് ഹി മൈ ഫ്രണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ? ഈസ് ഹി നോട്ട് മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ ഈസിൻ ഹി മൈ ഫ്രണ്ട്. അയാൾ എൻ്റെ അയൽക്കാരനാണ്. അയാൾ ഹി. അയൽക്കാരനാണ് എന്നതിലെ ആണ് ഹി ഈസ്. ഇനി അയാൾ കഴിഞ്ഞ് വന്നിരിക്കുന്ന പദം എൻ്റെ. അപ്പോൾ മൈ. ഹി ഈസ് മൈ. അയൽക്കാരൻ എന്നതിൻ്റെ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെയ്ബർ. ഹി ഈസ് മൈ നെയ്ബർ. അയാൾ എൻ്റെ അയൽക്കാരനല്ല. ഹി ഈസ് നോട്ട് മൈ നെയ്ബർ. അയാൾ എൻ്റെ അയൽക്കാരനാണോ? ഈസ് ഹി മൈ നെയ്ബർ. അയാൾ എൻ്റെ അയൽക്കാരനല്ലേ? ഈസ് ഹി നോട്ട് മൈ നെയ്ബർ. അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി മൈ നെയ്ബർ. ഹി ഈസ്. ഹി ഈസ് നോട്ട്. ഈസ് ഹി. ഈസ് ഹി നോട്ട്. അല്ലെങ്കിൽ ഈസിൻറ്റ് ഹി. ഹീസ് ഹീസ് നോട്ട്. ഈസ് ഹി. ഈസിൻറ്റ് ഹി. ഹീസ് ഹീസ് നോട്ട്. ഈസ് ഹി. ഈസ് ഹി നോട്ട്. വേഗത്തിൽ ഇത് പറഞ്ഞ് ശീലിക്കണം, ഒപ്പം എഴുതിയും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.